ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ പഠിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ തുടങ്ങിയാലാണ് എന്തെങ്കിലുമൊക്കെ എൻ്റെ തീരത്തുള്ളൂ. രാവിലെ വന്നിരുന്ന വഴിക്ക് ഞാൻ കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ട് പുറത്ത് നോക്കിയിരുന്നു. പിന്നെയാണ് ഞാൻ പുസ്തകം തുറന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ തട്ടിയും മുട്ടിയും ഞാൻ പഠിക്കാതിരുന്നെങ്കിലും പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ കുളിക്കാൻ എണീറ്റു. കുളിക്കുന്നതിന് മുൻപേ റോസ്മേരി സ്പ്രേ തലയിൽ തേക്കാമെന്ന് വിചാരിച്ചു. എന്നൊന്നും തേക്കാറില്ല, ഇടയ്ക്കും തലയ്ക്കലൊക്കെ ഞാൻ തേക്കാറുള്ളൂ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ലിപ് ബാം ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയ്ക്ക് പോയപ്പോൾ അവിടെ മുട്ടയും കൊള്ളി ഉണ്ടാക്കണം എന്ന് പറയും. മുട്ടയും കൊള്ളിയിലെ ഗ്രീൻ പീസ് അങ്ങനെ കേട്ടോ. നായക്കുട്ടീനൊക്കെ നോക്കി അതൊക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് എത്തി. പഴവും പുട്ടും സാധനങ്ങളൊക്കെയാണ് ഞാൻ തിന്നണത്. ഇത് ഞാൻ തിന്നാനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും ഞാൻ തിന്നണില്ല. വലിയ കാര്യമായിട്ട് തിന്നണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പകുതി തിന്നപ്പോഴേക്കും നിർത്തി. അത് വേറെ കാര്യം. എന്നിട്ട് നമ്മൾ വീണ്ടും പഠിക്കായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടിയും പഠിച്ച് തട്ടിമുട്ടിയും പഠിച്ച് പിന്നെ വീണ്ടും ബോറടി മാറ്റാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്ത് കുറച്ച് നേരം അവിടെ ഇവിടെയും കറങ്ങി നടന്നു. ഇതിൻ്റെ സാധനത്തിൻ്റെ പേരാണ് ഇരുമ്പാമ്പുളി. ഇരുമ്പാമ്പുളി ഒന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് പൊട്ടിച്ച് കാണിച്ചു തരികയാണ്. പിന്നെ അമ്മയുടെ പിന്നെ നടന്നു കുറച്ച് നേരമൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പഠിച്ച് വീണ്ടും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ചെറുതിനെ കാണാൻ പോയി. ഇവനാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. കാരണം ഇവൻ്റെ ഒപ്പം കളിച്ചാൽ എനിക്ക് വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അങ്ങനെ അമ്മായി പുറത്തേക്ക് പോയപ്പോൾ എനിക്ക് ലേസും പഴംപൊരിയും വാങ്ങിയിട്ട് വന്നു. പുറത്ത് നല്ല വെയിലാണ്, നല്ല ചൂടുമുണ്ട്. അങ്ങനെ വെയിലൊക്കെ ആറിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം മുകളിലൊക്കെ പോയിരിക്കാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കുറച്ച് നേരം ഓരോന്നൊക്കെ ആലോചിച്ചു. ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കണം. ആദ്യം ഒരു ഐഫോൺ കിട്ടട്ടെ വിചാരിച്ചു. പിന്നെ ഐഫോൺ കിട്ടിയപ്പോൾ പിന്നെയും നീണ്ടു പോവാണ്. ഓരോരുത്തർ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എടുക്കണം, എഡിറ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും എനിക്കറിയില്ല. ഇതെൻ്റെ ഫസ്റ്റായിട്ട് ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇതായിരിക്കും. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും. ആളുകൾ എന്തു പറയും. അതുപോലെ തന്നെ എന്നെ എൻ്റെ ചുറ്റും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കുറവായിട്ടുള്ള ആളുകളാണ്. വളരെ ചുരുക്കം ആൾക്കാരാണ് എന്നെ ഈ വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുന്നതല്ല ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. ഇപ്പം നമുക്ക് വ്യൂസ് കിട്ടിയില്ല എന്ന് വരും, അല്ലെങ്കിൽ നമ്മളതിനെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വരും. പക്ഷെ എന്നാൽ കൂടിയും നമ്മൾ ട്രൈ ചെയ്യാണ്ട് അതൊന്നും കിട്ടാണ്ട് ഇരിക്കുന്നതിനേക്കാളും ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്. ട്രൈ ചെയ്യുമ്പോൾ നാളെ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല. ഞാനും ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിങ്ങിൽ എനിക്കുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യത്തെ ഒരു വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.